പക്ഷേ ഇത് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കിളികളായിരിക്കും നമ്മളോട് പറയുക ഇത് പിളഞ്ഞ് പഴുത്തു എന്ന്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ 2 സെറ്റ് ഓഫ് പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഞാൻ ഇവിടെ ലെയർ ചെയ്ത ഒരു പേരാണ്. ഇവിടെ ജപ്പാൻ പേരയുടെ മദർ പ്ലാന്റ് വന്നിട്ട് അതിൽ നിന്ന് ഞാൻ ലെയർ ചെയ്തെടുത്ത പേരാണ്. വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടില്ല. ഇപ്പോൾ 2-3 ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റില്ലെങ്കിലും ഇത്തരം പ്ലാന്റ്സ് സർവൈവ് ചെയ്യും. ഒലാസാപ്പോ ഒരു പക്ഷേ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഒലാസാപ്പോ എന്ന് പറയുന്നൊരു ഫ്രൂട്ട് എന്താണ്, ശർക്കരപ്പഴം എന്നാണ് അത് പറയുന്നത്. അതിൻ്റെ തൈകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. റോഷ്നാര അഗ്രി സൊല്യൂഷൻസ് ആൻഡ് ഗാർഡൻസ്, ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് പോയാലോ? നമസ്കാരം. നമസ്കാരം സാർ. റോഷ്നാര ഗാർഡൻസിൻ്റെ ഉടമയായ ശ്രീ NS ജോഷ്, പ്രവൃത്തിയിലും പരിചയത്തിലും അറിവിലുമൊക്കെ തന്നെ കൃഷിയെ സ്വാംശീകരിച്ച ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ NS ജോഷ്. കൃഷി വകുപ്പിൽ വളരെ കാലം ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുകയും പ്രത്യേകിച്ച് ഫാമുകളിൽ ജോലി ചെയ്യുകയും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ജോഷ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കർഷകർക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ്. എങ്ങനെ പ്രായോഗികമായി കാർഷിക പരിപാടികൾ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ് നമുക്ക് അദ്ദേഹം നൽകുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ റോഷ്നാര ഗാർഡൻസിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി. നമുക്ക് എന്നാൽ ഇന്നെ ഇവിടുത്തെ കാഴ്ചകളിലേക്കൊന്ന് കടന്നാലോ? കിടക്കാം. അതിനു മുമ്പ് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ 32 വർഷം കൃഷി വകുപ്പിൽ ജോലി ചെയ്തതിന് ശേഷം വിരമിച്ചു. അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു തോന്നൽ മനസ്സിലുണ്ടായി. രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ പ്രവൃത്തി മേഖലയെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം 32 വർഷം കൊണ്ട് കർഷകരുമായിട്ട് സമ്പാദിക്കാൻ സാധിച്ചതും അതിലൂടെ കിട്ടിയിട്ടുള്ള ഏതാണ്ട് 1000-ഓളം ട്രെയിനിങ്ങുകൾ, കൃഷി വകുപ്പ് നൽകിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങളിലൂടെ ആർജിച്ച ആ അനുഭവ സമ്പത്തും കർഷകർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവും അവർക്ക് വേണ്ടി ഒപ്പം ജീവനോപാധി കണ്ടെത്തുന്നതിനുള്ള ഒരു അവസരവും ആയി ഇതിനെ കാണുകയായിരുന്നു. വീട്ടിനോട് ചേർന്ന് തന്നെ സ്ഥലമുള്ളതുകൊണ്ട് റോഡ് സൈഡിൽ, വർക്കല കല്ലമ്പല റോഡിൻ്റെ സൈഡിൽ അങ്ങനെ ഒരു സ്ഥലമുള്ളപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, ഞാനത് ആരംഭിക്കുകയായിരുന്നു. സാറേ ഒന്ന് ചോദിച്ചോട്ടെ, ഈ റോഷ്നാര എന്നൊരു പ്രത്യേക ഒരു പേരുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്? ജോഷും ഭാര്യ ഷാരയും ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലം ജോഷ്നാരയ്ക്ക് പകരം റോഷ്നാരയാക്കി. ഇതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് ജമ്മു കാശ്മീരിൽ റോഷ്നാര എന്ന പേരിലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ശാന്തമായ ഗാർഡൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു ശാന്തത ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് പോയതാണ്. എന്തായാലും നല്ല പേര് തന്നെയാണ്. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. താങ്ക് യു സാറേ, ഇവിടെ ഈ ഗാർഡനിൽ എന്തൊക്കെ സസ്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഞങ്ങൾക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, വെജിറ്റബിൾ സീഡ്ലിങ്സ് ഉണ്ട്, പിന്നെ ഓർണമെൻ്റൽ പ്ലാന്റ്സ്. ഓർണമെൻ്റൽ പ്ലാന്റ്സിൽ സീസണൽ ഫ്ലവേഴ്സിനോട് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല. സ്ഥിരമായിട്ടുള്ള പ്ലാന്റ്സ്, അതിലും ഇൻഡോർ പ്ലാന്റ്സിനോടാണ് കൂടുതലായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുക. അതുപോലെ തന്നെ ബോഗൻ വില്ലകൾ, ഇപ്പോൾ ബോഗൻ വില്ലയുടെ സമയമാണ്. ബോഗൻ വില്ലയുടെ സീസണിൽ ബോഗൻ വില്ല അല്ലാതെ വേറൊരു ചെടിയെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കാറില്ല. ബോഗൻ വില്ല എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ ചിന്താഗതിയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഹൈബ്രിഡ് ബോഗൻ വില്ലകളും ഗ്രാഫ്റ്റഡ് ബോഗൻ വില്ലകളുടെയും കാലമാണ്. അപ്പോൾ പല നിറത്തിലും പല വർണ്ണത്തിലും കൂടുതൽ ഫ്ലവേഴ്സ് കിട്ടുന്നതും കൂടുതൽ കാലം നിലനിൽക്കുന്നതും, ഒരുപക്ഷെ പഴയ ബോഗൻ വില്ലയുടെ ആ രൂപസാദൃശ്യം പോലും ഇല്ലാത്ത ബോഗൻ വില്ലകൾ പോലും ഇപ്പോൾ വളരെയധികം പ്രചാരം നേടുന്നു. ഇത് ഒരു ഉദാഹരണമാണ്. ടാങ്ലോങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ബോഗൻ വില്ലയാണ്. ബോഗൻ വില്ല പൂക്കളോട് ഒരു സാദൃശ്യവും ഉണ്ടാവില്ല. ഇതിൻ്റെ തന്നെ പർപ്പിൾ കളറാണ് ഇത് ആ ടാങ്ലോങ് വെറൈറ്റിയുടെ പർപ്പിൾ കളറാണ്. ഇതെല്ലാം ഈ ചെറിയ പ്ലാന്റുകൾ 400 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എയർ ലെയറിംഗ് വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്ത്? മിക്കവാറും ഹൈബ്രിഡുകളെല്ലാം നമുക്ക് കട്ടിങ്സിലൂടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ലെയർ ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ ഇത് നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. 2 ഹൈബ്രിഡ് ഇനങ്ങൾ ഒരു ചെടിയിൽ ചെയ്തിരിക്കുകയാണ്. അത് ഒന്ന് വെള്ളയും, രണ്ടും 2 വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹൈബ്രിഡ് ഇനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു 400 രൂപ ആ റേഞ്ചിലൊക്കെ. ഇത് അതിനേക്കാൾ കൂടുതൽ. ഇതൊരു 1500-2000 രൂപ വില വരുന്ന പ്ലാന്റുകൾ. ഇത് സാധാ ഇനങ്ങൾ, നമ്മുടെ ഹൈബ്രിഡ് അല്ലാത്ത ഇനങ്ങളുടെ ഒരു ഗ്രാഫ്റ്റാണ്. ഇതിൽ ഒന്ന് ഇത് ഡോക്ടർ റാവു എന്ന് പറഞ്ഞൊരു വെറൈറ്റി, വേറെ 2-3 വെറൈറ്റികൾ. ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ കൊമേഴ്ഷ്യലായിട്ട് അത് തികയില്ല. ഞാൻ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ വരും വർഷങ്ങളിൽ കൂടുതൽ ചെയ്യണം. മദർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ ശേഖരം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ് സാധനം. മെഡുല എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. മെഡുല ഇതിങ്ങനെ മുന്തിരിക്കുലകൾ പോലെ മനോഹരമായ പൂക്കൾ ആദ്യം ഉണ്ടാവും. ഈ റോസ് നിറം മാറി പിങ്ക് നിറത്തിലേക്ക് മാറും. ഒരു 3 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റാണ്.
അതിൻ്റെ 3 വർഷം പഴക്കമുള്ളൊരു ചെടിയാണിത്. 3 വർഷമായിട്ട് എന്നോടൊപ്പം ഉള്ളതാണ്. പിന്നെ ഓർക്കിഡുകൾ എപ്പോഴും ഹരമാണ് ആൾക്കാർക്ക്. പക്ഷേ അതിൻ്റെ വലിയ വില കൊടുത്ത് വാങ്ങാൻ പല കർഷകർക്കും പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്ന തൈകൾ വാങ്ങി കൊടുക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഒപ്പം വലിയ തൈകൾ ഞാനിവിടെ ചെയ്തിട്ട് കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള ചെടികൾക്കൊക്കെ എത്ര രൂപ? ഇതൊരു 220 200 രൂപ, ചിലത് അതിനേയും കേൾത്തത് 140 150 രൂപയ്ക്ക് പോകുന്ന വെറൈറ്റികളും ഉണ്ടാവും. ഈ ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫേൺ വെറൈറ്റികൾ എനിക്ക് ഹരമുള്ളതാണ്. പക്ഷേ കർഷകരിലേക്ക് അത്രത്തോളം ഇത് എത്തിയിട്ടില്ല. ഇത് ഫിഷ് ബോൺ ഫേൺ എന്ന് പറയുന്നൊരു, ഇത് പുറമേ വെക്കാൻ പറ്റുന്നതാണോ അതോ ഇൻഡോർ ആയിട്ടാണോ വെക്കുന്നത്? അതോ ഇൻഡോർ ആയിട്ട് പറ്റില്ല. നല്ല തണലുള്ള സ്ഥലങ്ങളാണ് ഫേണിന് എപ്പോഴും താല്പര്യം ആവശ്യം. വെയിൽ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് ഫേൺ വരില്ല. ഏതാണ്ട് 20-25 ഇനം ഫാനുകൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. കലാത്തിയ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതൊരു ഹൈബ്രിഡ് പൗഡർ പഫ് എന്ന് പറയുന്ന ഒരു പഴയ പൗഡർ പഫ്, അതിൻ്റെ ഒരു ഹൈബ്രിഡ് ഇനമാണ്. ചെറുതിലെ തന്നെ നിറയെ പൂക്കുന്നു. മോൺസ്റ്റർ വെറൈറ്റികളാണ് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഈ മോൺസ്റ്റർ വെറൈറ്റികളാണ്. ഇത് മോൺസ്റ്ററാണ്. അതിൻ്റെ വേരിഗേറ്റഡ് ആണത്. മോൺസ്റ്റർ വേരിഗേറ്റഡ്. ചെറിയ തൈകൾ എത്ര രൂപയ്ക്ക് ലഭിക്കും? മോൺസ്റ്റർ ചെറിയ തൈകൾ നമുക്കൊരു 400 രൂപ ആ റേഞ്ചിൽ ചെറിയ തൈകൾ. പക്ഷേ ഇത്തരം തൈകൾ 850 ഒക്കെ വേണ്ടി വരും. പക്ഷേ ഇത് കുറച്ച് വില കൂടുതലാണ്. ഇത് 2000 രൂപയിൽ പുറത്ത്. അല്ലല്ല, ഇതിൻ്റെ വേരിഗേഷനാണ്, വേരിഗേറ്റഡ് ലീവ്സ് ആണ്. ഇത് എലിഫന്റ് ആന്തൂറി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന. നമുക്ക് ഡ്രോയിങ് റൂമിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ വെക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ മതിയാവും. ഇത് എലിഫന്റ് ആന്തൂര്യത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വേർഷനാണ്. ഇത് പൂക്കാറുണ്ട്. പൂ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക്. അതെ. പിന്നെ ഇൻഡോറായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫൈക്കസ് ഇനങ്ങളിൽ നിരവധിയായിട്ടുള്ളതുണ്ട്. ഇൻഡോർ മീൻസ് പൂർണ്ണമായിട്ടും അകത്തല്ല, പാർഷ്യൽ. ഏത് പ്ലാന്റും ഇൻഡോറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻഡോർ എന്ന് പറയുന്ന പദപ്രയോഗത്തിന് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കേണ്ടതുണ്ട്. സൂര്യപ്രകാശം എന്തായാലും പ്രകാശ സംശ്ലേഷണത്തിന് വേണം. ചെടിക്ക് ഇതില്ലെങ്കിൽ ഗ്രാജുവലി അതിൻ്റെ ഗ്രോത്ത് കുറയും. അപ്പോൾ ഒരു കർഷകൻ ഇൻഡോർ പ്ലാന്റ്സ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ 2 സെറ്റ് ഓഫ് പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സെറ്റ് വെയിലത്ത് വയ്ക്കുക, വെളിയിൽ നാച്ചുറൽ കണ്ടീഷനിൽ. മറ്റൊരു സെറ്റ് ഇൻഡോർ വയ്ക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ അകത്തിരിക്കുന്ന പ്ലാന്റ്സ് പുറത്ത് വയ്ക്കുകയും പുറത്തിരിക്കുന്ന പ്ലാന്റ്സ് അകത്ത് വയ്ക്കുന്നത് നമുക്ക് ലോങ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ പോട്ടുകൾ വാങ്ങി ചെടികൾ വാങ്ങി നമ്മൾ അകത്ത് വയ്ക്കും. ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ താല്പര്യവും അതനുസരിച്ച് കുറയും. ഒരു 2 സെറ്റ് 2 സെറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന് പുറത്ത്, ഒന്നകത്ത്. ടൈഗർ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽപ്പെട്ട ഒരു 3 വർഷം പഴക്കമുള്ളൊരു പ്ലാന്റാണ്. ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. നമുക്കിത് ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ എപ്പോഴും പച്ചപ്പുണ്ടാവും വീട്ടിൻ്റെ മുമ്പിൽ. എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിലിട്ടിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ഫേണാണ്. പിന്നെ പോത്തോസ്, മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് പോത്തോസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നത്. നിരവധിയായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ മണി പ്ലാന്റ് എന്ന് പൊതുവെ പറഞ്ഞിരിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇതതിൻ്റെ മാർബിൾ ക്യൂൻ എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇത് ഹാങ് ചെയ്തും വളരും, അത് വെട്ടിക്കളയണം. ഇത് മഞ്ജുള എന്ന് പറയുന്നൊരു ഇനമാണ്. ഇത് സിൽവർ പോത്തോസ്. ഇത് ബ്രസീലിൻ്റെ ഫ്ലാഗിൻ്റെ കളർ വരുന്നുണ്ട്. അതിന് ബ്രസീലിയൻ പോത്തോസ് എന്നാണ്. മഞ്ഞയും പച്ചയും അടങ്ങുന്ന ആ ഒരു ഫ്ലാഗിൻ്റെ കളർ ബ്രസീലിയൻ പോത്തോസ്. പിന്നെ അതുകൂടാതെ ബ്ലാക്ക് പോത്തോസ് ഉണ്ട്, സ്ലീപ്പിംഗ് പോത്തോസ് ഉണ്ട്. ഇതെല്ലാം മണി പ്ലാന്റിൻ്റെ ഇനങ്ങളാണ്. അഗ്ലോണിമയുടെ ഒരു നല്ല കളക്ഷനാണല്ലോ. അഗ്ലോണിമയുടെ പഴയ വെറൈറ്റികളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഹോം ടു ഹോം എക്സ്ചേഞ്ച് വന്ന് എല്ലാവരിലുമായി. അപ്പോൾ പലരും ഈ സ്പെസിഫിക് ആയിട്ടുള്ള പേരുകൾ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഗ്ലോണിമ ചോദിക്കുന്നത്. ഇപ്പോൾ ഇത് കൊച്ചിൻ എസ്കാഡ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യപ്പെട്ട ഒരു വൈറ്റ്
ഏതാണ്ട് 700 രൂപ വില വരും ഒരു ചെറിയ തൈക്ക്. അതുപോലെ ഇത് കുറച്ച് റെഡ്, സൂപ്പർ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി, അത് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ വില സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. ഇത് റെഡ് ഗോൾഡ്, ഇത് നല്ലൊരു ഇതൊക്കെ നമുക്ക് വീട്ടിനകത്തൊക്കെ വീട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം അകത്ത് വരുമെങ്കിൽ നന്നായിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ജനലിലൂടെ പെർക്കുലേറ്റ് ചെയ്ത് വരുന്ന സൺലൈറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വയ്ക്കാം. അതല്ലെങ്കിൽ ഷെയ്ഡായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഏതെങ്കിലും മരത്തിൻ്റെ, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ മാവോ പ്ലാവോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലീവ്സ് നേരെ വീഴാത്ത രീതിയിൽ ഒരു ചെറിയ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അതിന് താഴെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ. ഇത് വിദൂരി എന്ന് പറഞ്ഞൊരു പുതിയ ഇനമാണ്. ട്രൈ കളർ വളരെ നല്ല ഇനമാണ്. ഏഞ്ചൽ, മഞ്ഞ, ചുവപ്പ്, റെഡ് ഏഞ്ചൽ. ഇത് നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുറച്ച് വൈറ്റ് വെറൈറ്റീസ്, പഴയ വെറൈറ്റികൾ, അതും ചിലർ ആവശ്യപ്പെട്ട് വരാറുണ്ട്. ഇതൊക്കെ എത്ര രൂപയാണ്? ഇതൊരു 200 രൂപ, 250 വലിപ്പം അനുസരിച്ച്, ചിലപ്പോൾ 150 രൂപയ്ക്കും. ചെറുതാണെന്നുണ്ടെങ്കിൽ ചില വെറൈറ്റികളുണ്ട് 90-80 രൂപയ്ക്ക് കൊടുക്കാവുന്ന വെറൈറ്റികളും നമുക്കുണ്ട്. സാർ ഇതെല്ലാം കലാത്തിയല്ലേ? കലാത്തി. ഇത് ടൈഗർ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു കലാത്തിയാണ്. ഇതിൽ ഫ്ലവറിങ് കലാത്തിയസ് ഉണ്ട് കുറച്ച്. ഇതെല്ലാം ഇത് കലേഡിയും കൂടെ കേടി വന്നിട്ടുണ്ട്. ഇത് ഫ്ലവറിങ് കലാത്തിയാണ്, ഫ്ലവർ വരുന്നതാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കലാത്തിയാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ലീവ്സിൽ യെല്ലോ ഷെയ്ഡ് വരുന്നു. അതിൻ്റെ തന്നെ സ്ട്രിപ്പ് ഉള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള, ഇതിന് പ്രയർ പ്ലാന്റ്സ് എന്നൊരു പേര് കൂടിയുണ്ട്. വെയിൽ കൂടുമ്പോൾ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന പോലെയായി ഇത് മാറും. അതുകൊണ്ടാണ് ഇതിന് പ്രയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് ഫ്ലവറിങ് കലാത്തിയല്ലോ ഇടുന്നു. ഇത് അല്പം വെയിലിനോട് പ്രതികരിക്കുന്ന ഒരു വിഭാഗമാണ്. യെല്ലോ ഷെയ്ഡാണ്. കൂടുതൽ വെയിലായി കഴിഞ്ഞാൽ ഇല ഇതുപോലെ കരിഞ്ഞു പോകും. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥ. ഇത് നല്ലൊരു, ഇത് മുകളിലേക്ക് പോവില്ല, പരന്നു പോകുന്നു. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കലാത്തി. പിന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് കലാത്തി ഗ്രൂപ്പ്. ഇത് കോസ്റ്റ്ലി ആയിരുന്നു, ഇപ്പോൾ കോമണായി. അശ്വൻ, അത് ഇരിക്കുന്ന പ്ലാന്റ് തന്നെയാണ്. ഇത് ബ്രൊമേലിയാറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനുള്ളൊരു പ്രത്യേകത, ഇതിൻ്റെ ലീഫ് ആംഗിളിൽ വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള, മഴക്കാലത്തായാലും നമ്മൾ ഇറിഗേഷൻ കൊടുക്കുമ്പോഴായാലും വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് അത് നോക്കിയോ, ഇത് കണ്ടോ. അപ്പോൾ അത് വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടില്ല. ഇപ്പോൾ 2-3 ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റില്ലെങ്കിലും ഇത്തരം പ്ലാന്റ്സ് സർവൈവ് ചെയ്യും. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല ചുവപ്പ് നിറം വരും. ഇത് സാധാരണഗതിയിൽ ഷെയ്ഡിലാണോ വെക്കുന്നത്? നല്ല വെയിൽ വേണ്ടുന്ന ചെടിയാണ്. ഓക്കെ. ഇതിന് നിരവധി ഇനങ്ങളുണ്ട്. ഇത് അതിൻ്റെ വേറൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്. ഇതിൻ്റെ താഴെ നിന്ന് പാരലായിട്ട് ഷൂട്ട്സ് വന്നിട്ട് പുതിയ ഷൂട്ടുകൾ വരും. ഇതിൻ്റെ മറ്റൊരു ഇനമാണിത്. നോക്കൂ, ആ കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി ഇതതിൽ വേറൊരെണ്ണമാണ്. അകത്ത് ചുവപ്പാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൽ അല്പം കൂടെ ഗ്രീനറി ഉള്ളതാണ്. നമുക്ക് ഇതിൻ്റെ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഗ്രീനാണ്, പക്ഷേ ഇതിൻ്റെ എല്ലാ ലീഫിൻ്റെയും ടിപ്പിൽ സിന്ദൂര പൊട്ട് തൊട്ടതുപോലെയുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. എത്ര വെയിലത്തും കുറച്ച് ആക്ച്വലി മണ്ണില്ലാതെ തന്നെ നമുക്കിത് കൃഷി ചെയ്യാം. ഒരു ഉണങ്ങിയ മരത്തിൽ ചകിരിയോ വെച്ചിട്ട് ഇത് നമുക്ക് ബൈൻഡ് ചെയ്ത് വെച്ചാൽ ആ ഉണങ്ങിയ മരത്തിൽ പല ബ്രൊമേലിയാറ്റ്സ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു 150-200 രൂപ. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ 100 രൂപ മുതൽ ഇതെല്ലാം ഒരു 500-600 രൂപ ആ റേഞ്ചിലേക്ക്. പിന്നെ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിപ്പോൾ നമുക്കറിയാം എത്ര പ്ലാന്റ്സ് വരും എന്നുള്ളത് നോക്കിയിട്ട് അതിൽ ഏത് ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് അതും കൂടി
നമുക്ക് പോട്ടിൻ്റെ ഒരു വിലയും കൂടി ഇടേണ്ടി വരും. സക്കുലൻസിലും കുറേ അധികം വെറൈറ്റീസ് നമുക്കുണ്ട്. ഇതെല്ലാം ഡൽഹിയിലെ ആ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, ആംസ്റ്റർഡാമോ, താമര ക്ഷേത്രം എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രതീതി ലോട്ടസ് ടെമ്പിൾ എന്ന് പറയും, അതിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതും അത് തന്നെയാണ്. ഇതും അത് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇതും നല്ലൊരു പ്ലാന്റാണ്. ഒരു കുഴപ്പമുള്ളതാണ്, ഇപ്പം മുള്ള് കൂടുതലാണ്. ഇത് പ്ലാന്റോട് കൂടി നിങ്ങൾ 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, കണ്ടെയ്നറോട് കൂടി. ഇത് അതിൻ്റെ വേറൊരു വേരിയേഷനാണ്. ഇതിന് വില കുറവാണ്. എത്ര രൂപ വരും? ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ 200 രൂപ 150 രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു. കാക്ടസുകൾ എപ്പോഴും ഭയങ്കര മനോഹരമാണ്. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ മനോഹാരിത കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. അത് ഫോഴ്സപ്സ് കൊണ്ട് മാത്രമേ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ കൈ പോകും. നല്ല മുള്ളാണ്. അതെ, മുള്ളുള്ളതും മുള്ളില്ലാത്തതുമായിട്ടുള്ള വെറൈറ്റികളുണ്ട്. ഇതൊക്കെ തികച്ചും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് വളർത്തുന്നത്. വെള്ളം ഒഴിക്കാം, വെള്ളം ഒഴിച്ച് മാത്രമേ നമ്മൾ ഇതിനെ കൊല്ലാൻ പറ്റൂ. ഇത് തന്നെ. ഇതൊക്കെ ഓരോ 2 വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ സൗന്ദര്യം കൂടി കൂടി വരും. ഓരോ വർഷം കഴിയുന്നതോറും ജോമെട്രിക് പ്രൊപ്പോർഷനാണ് ഇതിൻ്റെ വില. അതെ, ഈ വർഷം ഉണ്ടാകുന്ന വിലയുടെ ഇരട്ടിയായിരിക്കും ഒരുപക്ഷെ അടുത്ത വർഷം. ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പ്ലാന്റിംഗ് മെറ്റീരിയലൊക്കെ എവിടെ നിന്നാണ് സാർ വരുന്നത്? ഇത് പല സ്ഥലത്ത്, ബാംഗ്ലൂർ, എവിടെയെല്ലാം പോകുന്നു അവിടെ നിന്നെല്ലാം വരുത്തും. ഓൺലൈനായിട്ട് വരുത്തുന്നുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറിയതാണ്, ഇതൊന്ന് വെച്ച് പിടിക്കും. എൻ്റെ ചെറിയ പ്ലാന്റാണ്. ഇതൊക്കെ നമ്മളൊരു 250 രൂപ 200 രൂപയ്ക്ക് കൊടുക്കും. ഇതിൻ്റെ വേറൊരു കളക്ഷനുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു വേർഷനാണിത്. ഇത് മദർലാസ്റ്റങ്ങാണ്, ടിക് വിഗൽ. ഈ പൊറുത്തി വിഭാഗത്തിൽപ്പെടുന്ന വേറൊരു പ്ലാന്റാണിത്. ഇതൊരു ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞൊരു പപ്പായാണ്, ഗോൾഡൻ യെല്ലോ ഹൈബ്രിഡ്. ശരിക്കും എൻ്റെ ഒരു സുഹൃത്ത് കൊല്ലത്തുള്ള ഹരിത അവാർഡ് കിട്ടിയ ഒരു ജൈവ കർഷകരുടെ ഭാഗത്തു നിന്ന് കിട്ടിയതാണ്. പക്ഷേ ഇതിൻ്റെ വിളഞ്ഞ് പഴുക്കുമ്പോൾ ഇതിൽ ചുവപ്പ് നിറം വരും സൈഡിൽ. വളരെ മനോഹരമാണ്, ടേസ്റ്റും ഉണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുന്ന റെയറാണ്. തറയിൽ നിർത്തിയിരുന്ന വളരെ ചെറുതായിട്ട് തന്നെ കായ്ക്കും. പക്ഷേ ഇത് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കിളികളായിരിക്കും നമ്മളോട് പറയുക ഇത് വിളഞ്ഞ് പഴുത്തു എന്ന്. അവരെയാണ് ആദ്യം ഇത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഒരു 3/4 ഭാഗം വിളവാകുമ്പോൾ ഒരു കവർ ചെയ്ത് നിർത്തുന്നത് നന്നായിരിക്കും. അതിനിപ്പോൾ വലിയ ഡിമാൻഡാണ്. ആൾക്കാർ നമ്മൾ ഇതിൽ നിന്ന് വിത്തെടുത്ത് പാകുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഒരു വെറൈറ്റി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് സീഡുകൾ വരുത്തി തൈ ഉണ്ടാക്കി എടുക്കുന്ന രീതിയാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ പച്ചക്കറി തൈകൾ, ഫിലോഡെൻഡ്രോൺ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടല്ലോ. പച്ചക്കറി തൈകൾ ഇതിപ്പോൾ ജനക് എന്ന് പറഞ്ഞൊരു ഹൈബ്രിഡ് F1 ഹൈബ്രിഡ്. അതിൻ്റെ പിക്ചർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് ഇതിൽ കാണുന്ന കായ തന്നെയായിരിക്കും അതിൽ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഹൈബ്രിഡ് സീഡുകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന ഒരു കർഷകനുണ്ട് നമുക്ക്. അപ്പോൾ അദ്ദേഹം കൃഷി വകുപ്പിൻ്റെ വിവിധ കൃഷിഭവനുകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഫാമേഴ്സ് ഓർഗനൈസേഷൻസും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെയധികം വിശ്വസിക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് ഹൈബ്രിഡ് സീഡ്സ് വാങ്ങിക്കൊണ്ടുവന്ന് തൈ 2-3 ഇല പരിവാകുമ്പോൾ തരികയാണ്. പോട്രയിലാണ് നമ്മൾ വാങ്ങുന്നത്. പോട്രയിൽ നിന്ന് നമ്മൾ ഒരു അടിസ്ഥാന വളം കൂടി ചേർത്തുകൊണ്ട് കവറിലാക്കുക. ഇങ്ങനെയുള്ള ഒരു തൈക്കൊക്കെ എത്ര രൂപ? ഇത് ഒരു തൈ 20 രൂപയും 6 തൈ എടുത്താൽ 100 രൂപയും. അങ്ങനെ ഒരു ഓഫർ 5 തൈ എടുക്കുന്നതാണ് ഒരു തൈ നമ്മൾ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. തക്കാളിയുണ്ട്. ഒപ്പം ഇതിന് വേണ്ടുന്ന വളം, ജൈവവളം, അത് ഞങ്ങൾ ഇവിടെ തന്നെ പല കർഷകരും വന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്ക് വേപ്പമുണ്ടാക്കുക, എല്ലുപൊടി എല്ലാം പ്രത്യേകം വാങ്ങി ചാണകപ്പൊടിയും വാങ്ങാൻ പോകുന്നതിന് പകരം അവർ പറഞ്ഞു നമുക്കിത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളം തയ്യാറാക്കി തരാമോ എന്ന് ചോദിച്ചു. അത്തരത്തിലാണ് നമ്മൾ കോഴിക്കുളം, ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, വേപ്പമുണ്ടാക്ക്, എല്ലുപൊടി, കയർപിത്ത് കമ്പോസ്റ്റ്, ചകിരിച്ചേറ്, വെർമി കമ്പോസ്റ്റ് ഇത്രയും മിക്സ് ചെയ്തിട്ട് അതിനൊരു റേഷ്യോ ഉണ്ട്. നമുക്ക് അതിന് വേണ്ടുന്ന ഒരു റേഷ്യോ, അത് എൻ്റേതായ റേഷ്യോ ആണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒന്നും ഒക്കെ കിട്ടിയതാണെന്ന് വെച്ചോ. അത് വാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വാം
അറിയാം മൈക്രോറൈസർ വാമും ട്രൈക്കോഡർമയും ചേർത്ത് എൻട്രി ചെയ്ത് ഒത്തിരി കമ്പോണൻസ് ആഡ് ചെയ്ത് അതിനെ തന്നെ വാല്യൂ അഡീഷൻ ചെയ്തിട്ട് അത് ഒരു സമ്പൂർണ്ണ എന്നുള്ള ഒരു പേരിൽ കൊടുക്കാൻ പറ്റും. വളരെയധികം അക്സെപ്റ്റൻസ് ആണ് ആൾക്കാർ കാണിക്കുന്നത്. വളരെ സ്വീകാര്യതാണ്. ഒരിക്കൽ വാങ്ങിയവർ തന്നെ പിന്നെ വരുന്നു. ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സാറുമായിട്ടൊന്ന് ബന്ധപ്പെടാം അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു പ്രൊമോ പാക്കും കൊടുത്തിട്ടുണ്ട്. 2 കിലോ 100 രൂപ അങ്ങനെ ആ രീതിയിലൊരു പ്രൊമോ പാക്കും കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര രൂപയാണ് ഒരു കിലോയ്ക്ക്? ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 2 കിലോ 100 രൂപ, 5 കിലോ 200 രൂപ, 10 കിലോ 300 രൂപ, 20 കിലോ ആണെങ്കിൽ 500 രൂപ. എല്ലാം സമ്പൂർണ്ണമായ തോതിൽ അല്ലേ? 100% അതിൻ്റെ 1 ഗ്രാം എടുത്താലും 20 കിലോയിലെ 1 ഗ്രാം എടുത്താലും യൂണിഫോം ആയിരിക്കും. അത് ആണ്. ഇത് 1% പോലും ഇപ്പോൾ നമുക്കറിയാം ഓർഗാനിക് മാനുവറിൻ്റെ പെട്ടെന്ന് ഗുണം കിട്ടാൻ വേണ്ടി റിസൾട്ട് കിട്ടാൻ വേണ്ടി യൂറിയ പോലുള്ളത് സ്പ്രേ ചെയ്ത് വരുന്ന ഒരു രീതി ഉണ്ട്, പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കെമിക്കലും ഇതിലുണ്ടാവില്ല. പൂർണ്ണമായും ജൈവമായ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഇപ്പോൾ കർഷകരൊക്കെ പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങുന്ന ഒരു ഇനമാണ് ഫ്രൂട്ട് പ്ലാന്റ്സ്. വളരെയധികം ഡിമാൻഡുള്ള ഒരു വിഭാഗമാണ്. അത് മാത്രമല്ല കർഷകർ ഇന്ന് വളരെ അവയർനെസ് അവർക്ക് അതിനെക്കുറിച്ച് കൂടുതലാണ്. ഒരുപാട് മീഡിയയിൽ നിന്ന് അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ടാണ് അതിന് ഒരു അപ്രോച്ച് ചെയ്യുന്നത്. വിദേശ ഫലവൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ ആൾക്കാർ ധാരാളം അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാവിൽ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്നൊരു പേര്. വിയറ്റ്നാം സൂപ്പർ എർലി മഞ്ഞയാണ്, അതിൻ്റെ റെഡ് 1 വർഷം കൊണ്ട് തന്നെ അത് 1-2 വർഷം കൊണ്ട് കായ്ക്കും. ചെറിയ ചക്കയായിരിക്കും, ഒരു ഫാമിലി ചക്ക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പിന്നെ ഒന്ന് J33, അതിപ്പോൾ വളരെ പോപ്പുലർ ആയിട്ട് വരുന്നു. പിന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സിന്ദൂര വരിക്ക, കൊട്ടാരക്കര ശരിക്കും തേൻ വരിക്ക തന്നെയാണത്. പിന്നെ മുട്ടൻ വരിക്ക, അതുപോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാവുകൾ നമുക്കിത് ഇവിടെ അവൈലബിൾ ആണ് അവർക്ക് ആവശ്യം. മാവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള മൂവാണ്ടൻ മാവ്, കോട്ടൂക്കോണം, കർപ്പൂരം, കാൽപ്പാടി, കുളമ്പ്, കല്ലുകെട്ടി തുടങ്ങിയിട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും നല്ല പെർഫോമൻസ് കാണിക്കുന്ന മാവുകൾ. അപ്പോൾ ഒരു കർഷകൻ വന്ന് ചോദിക്കുക, സാർ എനിക്കൊരു ഇത്ര സ്ഥലമുണ്ട്, അവിടെ വെക്കാൻ പറ്റുന്ന ഒരു മാവ് ഏതാണ് എന്നാണ്. അപ്പോൾ വിശ്വസിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കളക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. റംബുട്ടാനിൽ ഒരുപാട് വെറൈറ്റികളുണ്ടെങ്കിലും ഞാനിവിടെ 2 വെറൈറ്റി മാത്രമേ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. N18 എന്ന് പറയുന്ന ചുവപ്പും E35 എന്ന് പറയുന്ന മഞ്ഞയും. അത് 2 മാത്രമാണ് ഞാൻ. കാരണം ഞാൻ പലരുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്തതിൽ കർഷകരുടെ അഭിപ്രായവും ബെനിഫിഷ്യറീസിൻ്റെ അഭിപ്രായവും നോക്കുമ്പോൾ ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കുന്നത് N18 E35 ആണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്ന്, പിന്നെ ആരെങ്കിലും വന്ന് സ്പെസിഫിക് ആയിട്ട് സ്കൂൾ ബോയ് വേണമെന്നോ മറ്റേതെങ്കിലും പർട്ടിക്കുലർ വെറൈറ്റി വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഒന്ന് ജാമ്പയാണ്. ആപ്പിൾ ജാമ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആപ്പിൾ ജാമ്പകളുണ്ട്. പക്ഷേ ദിൽഹരി, ബാലി, അതുപോലെ തന്നെ ഉമർ എന്ന് പറഞ്ഞൊരു ഫാർമർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഈ ഇതുകൾ നമുക്ക് വിശ്വസിച്ച് പ്ലാന്റ് ചെയ്യാനായിട്ട് കൊടുക്കും. ഒരു കർഷകൻ ഒരു സീഡ്ലിംഗ് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ 5-6 വർഷം കഴിയും. 5-6 വർഷം കഴിഞ്ഞ് അത് മോശപ്പെട്ട ഒരു റിസൾട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ അവനോട് താല്പര്യം പോവുകയാണ്, നമുക്കുള്ള ഒരു പ്രയാസം വേറെയാണ്. എന്തായാലും നമ്മൾ ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിൽ എത്തിക്സ് കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുള്ളതാണ് ഒരു ആഗ്രഹം. പിന്നെ ജാമ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് 5 ജാമ്പ വെറൈറ്റീസ് നമുക്ക് പറയുകയാണെങ്കിൽ ജപ്പാൻ പേര സഫറി, തായ് പിങ്ക്, കിലോ പേരയും VNR ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ലളിത്, ലക്നോ 49 എന്നൊക്കെ പറയുന്ന വെറൈറ്റികൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജപ്പാൻ പേര് വളരെ പെട്ടെന്ന് അല്ലേ, ഇത് ഞാൻ ഇവിടെ ലെയർ ചെയ്ത ഒരു പേരാണ്. ഇവിടെ ജപ്പാൻ പേരയുടെ മദർ പ്ലാന്റ് വന്നിട്ട് അതിൽ നിന്ന് ഞാൻ ലെയർ ചെയ്തെടുത്ത പേരാണ്. അതിൽ കായ തുടങ്ങി. ഇവിടെ ചെടിച്ചട്ടിയിൽ കായ്ച്ച് നിൽക്കുന്ന പേരയുണ്ട്. എൻ്റെ പേരക്കുഞ്ഞ് വന്നിട്ട് ഇത് എൻ്റെ പേരയാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ട് പോകും. അത് അവർ എടുക്കത്തക്ക രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വളരെ. ഇതിനുള്ള പ്രത്യേകത സീഡ് കുറവാണ്, ഫ്ലഷ് കൂടുതലാണ്. അകത്ത് ചുവപ്പ് നിറമുള്ളതുണ്ട്, പച്ച നിറമുള്ളതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള. പിന്നെ അത് കൂടാതെ മിറക്കിൾ ഫ്രൂട്ടുണ്ട്, ഇത് ബെർ ആപ്പിൾ ഇവിടെ നിന്ന് ധാരാളമായിട്ട് വരുന്നതാണ്. പിന്നെ അവക്കാഡോ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഡിമാൻഡ് വരുന്ന ഒരു ഇതാണ്. ഒരു ചുരുക്കത്തിൽ എല്ലാവിധ അമ്പഴം, പഴവർഗ്ഗ ചെടികളും ഇവിടെ ലഭ്യമാണ്. ലൂബി എന്താണ് ലോങ്ങനിൽ തന്നെ ലോങ്ങനുണ്ട്, സ്വീറ്റ് ലൂബി ഉണ്ട്. പിന്നെ ഒലാസാപ്പോ, ഒരു പക്ഷേ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഒലാസാപ്പോ എന്ന് പറയുന്നൊരു ഫ്രൂട്ട് എന്താണ്, ശർക്കരപ്പഴം എന്നാണ് അത് പറയുന്നത്. അതിൻ്റെ തൈകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്.
അത്തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരുവിധം ഉള്ള ശേഖരങ്ങളുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൽ റെഡ് ഉണ്ട്, ഹൈബ്രിഡ് യെല്ലോ ഉണ്ട്, ഓർഡിനറി ഇതുകളുണ്ട്. അതിലെല്ലാം എല്ലാ ഇനങ്ങളും ഇവിടെ സാറ് പരിപാലിച്ചു പോയി എന്ന് പറഞ്ഞുകൂടാ, ഇനി ഒരുപാട് വരാനുണ്ട്. ശരി. ഇത് പേരയുടെ ഒരു പുതിയ ഡയമണ്ട് റെഡ് ആണ്, ഡയമണ്ട് വൈറ്റും ഉണ്ട്. 2 വെറൈറ്റിയും ഇപ്പോൾ ഈ വന്നിട്ടുണ്ട്, പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കായ് കിട്ടിയിട്ടില്ല. അതും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. പേരയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജപ്പാൻ പേര അത് തന്നെയാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. പിന്നെ VNR അല്ലെങ്കിൽ കിലോ പേര എന്ന് പറയുന്ന സാധനം, തായ് പിങ്ക്, ഇതെല്ലാം തന്നെ നല്ല വെറൈറ്റികളാണ്. ഫ്ലഷ് കൂടുതലുള്ള, സീഡ് കുറവുള്ള, എയർലി ബെയറിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട് പേരകൾ തന്നെയാണ്. പിന്നെ ജാമ്പയുണ്ട് അല്ലേ? ജാമ്പയിൽ ദിൽഹരി ബാലി, പിന്നെ ഉമർ, നമ്മുടെ എന്താണ് മലപ്പുറം ഏരിയയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ഫാമർ കണ്ടെത്തിയ ഒരു പ്ലാൻ ഉമർ, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. സാറേ, അപ്പോൾ ഒരുപാട് പിന്നെ സർവീസസും ഈ നഴ്സറിയോടൊപ്പം സാറ് ചെയ്തു കൊടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാം. സർവീസ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നു. അതിന് സർവീസ് എന്ന് പറയാൻ ഞാൻ ഈടാകുന്നുണ്ട്. അപ്പോൾ അതായത് പ്രത്യേകിച്ചും വിദേശികളായിട്ടുള്ള മലയാളികളുണ്ട്, NRIs. അവർക്ക് ഫാമിലിയായിട്ട് കിട്ടിയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അവർക്ക് നേരിട്ട് വന്നിട്ട് ഇത് കൃഷി ചെയ്യാനുള്ള സമയമില്ല, സൗകര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സമീപിച്ചിട്ടുണ്ട്. അവരുടെ തോട്ടത്തിൽ അവരുടെ പ്രസൻസിൽ നമ്മളൊരു സർവേ നടത്തും. എന്നിട്ട് നമ്മുടെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൻസ് വെച്ചിട്ട് ഏതെല്ലാം പ്ലാന്റ്സ് ആയിരിക്കും ഇവിടെ സ്യൂട്ടബിൾ, ഏത് വെറൈറ്റി ആയിരിക്കും നല്ലത് എന്നുള്ളത് പറഞ്ഞിട്ട് അവർക്ക് അത് സ്വീകാര്യമായിട്ടുള്ളത് വെച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും. അതനുസരിച്ച് നമ്മൾ ആ സ്ഥലത്ത് പോയി അവർക്ക് അത് നട്ടുകൊടുക്കും. എല്ലാം ഓർഗാനിക് മാനുവറും ലേബറും അടക്കം ഒരു എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം അത് മെയിൻ്റനൻസ് നടത്തുന്ന, അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ഏരിയയിലായിരിക്കും. വളരെ ദൂരത്തിലൊന്നും പോകാൻ ആരോഗ്യമില്ല. സാർ, ഈ അഗ്രോ ക്ലിനിക് എന്ന് പറയുന്ന ആശയം കൊണ്ട് സാർ കർഷകർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണോ കൃഷി വകുപ്പ് ഉദ്ദേശിച്ചിരുന്നത് അത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ഞങ്ങളുടെ അഗ്രോ ക്ലിനിക്കുകൾ എന്നുള്ള ഒരു നാമധേയത്തിൽ കൃഷിഭവനുകളിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമുണ്ട്. കർഷകരുടെ അവരുടെ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുക, അതിനുള്ള മറുപടി പറയുക. ഇവിടെ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുക, സാർ എനിക്കൊരു തെങ്ങിൻ തൈ ഉണ്ട്, ഏത് തെങ്ങിൻ തൈയാണ് എനിക്ക് നടേണ്ടത്? അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും എവിടെയാണ് നടുന്നത്, വീടിന് മുമ്പിലാണോ, ഒന്നാണോ, അത് കൊമേഴ്സ്യലാണോ, മാവാണെങ്കിലും. അപ്പോൾ അത് എത്ര നീളത്തിൽ, ഏത് കുഴിയെടുക്കണം, അടിസ്ഥാനവളം ഏത് ചേർക്കണം, അതിന് ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ്, കീടങ്ങൾ ഏതാണ്, അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കർഷകർ നിരവധിയായിട്ട് അത് ചോദിക്കുന്നുണ്ട്, വരുന്നുണ്ട്, ഫോണിലൂടെയും ബന്ധപ്പെടുന്നുണ്ട്. ഫോണിലൂടെ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, എല്ലാ ഫോൺ കോൾസും ഈ ഫീൽഡിലായിരിക്കുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സംശയങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. ഞാൻ ഫ്രീ ആയിരിക്കും ആ സമയത്ത് ആൻസർ ചെയ്യുക. പക്ഷേ അഗ്രോ ക്ലിനിക്ക് എന്ന് പറയുന്നത് ആ ഒരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. 1 രൂപ പോലും അതിന് പ്രതിഫലം ഞാൻ വാങ്ങുന്നില്ല. അതെൻ്റെ ഇത്രയും കാലം കൃഷി വകുപ്പ് എനിക്ക് തന്നിട്ടുള്ള എംപവർമെൻറ്റും ട്രെയിനിങ്ങിലൂടെ ആയാലും അല്ലാതെ ആയാലും അതെല്ലാം അതിലൂടെ എന്നെ ഈ എംപവർ ചെയ്തതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെയ്യുന്നതിൽ വളരെയധികം നല്ല കാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സാറ് കൂടുതൽ ചെയ്യട്ടെ. സാറിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അതിനിടയിൽ ഒരു കാര്യം പറയാൻ വന്നു, നിരവധി അവാർഡുകൾ ഈ കൃഷി വകുപ്പിൽ ഇരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അതൊന്ന് ശ്രോതാക്കളും പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചാൽ കൊള്ളാമായിരുന്നു. 2017 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫാം ഓഫീസർക്കുള്ള അവാർഡ് കിട്ടിയിരുന്നു വണ്ടിപ്പെരിയാർ ഫാമിലിരിക്കുന്ന സമയത്ത്. അതിന് പുറമെ ആ ഒരു സ്ഥാപനത്തിന് ഏറ്റവും നല്ല സ്ഥാപനം എന്ന രീതിയിൽ ഒരു 20 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ ഇരിക്കുന്ന സമയത്ത് ആ ഫാമിൽ സാധിച്ചു. പിന്നീട് റീസെൻ്റായിട്ടൊരു ശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു കോംബോ സർവകലാശാല കോങ്കോ യൂണിവേഴ്സിറ്റി അത് ഒരു ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ തരുന്ന സ്നേഹവും തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സാറിൻ്റെ ഇനിയുള്ള സ്വപ്നം എന്താണ്? സ്വപ്നം തീർച്ചയായിട്ടും ഒരു പ്രോജനി ഓർച്ചാർഡ്, നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം കായ്ച്ചു നിൽക്കുന്ന ഒരു തോട്ടം, അവിടെ അതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം അത് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് അതിന് വേണ്ടുന്ന ബേസിക് വൈഫിൻ്റെ ഫാമിലി പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയിട്ടുള്ള ഏതാണ്ട് 1 ഏക്കറുള്ള സ്ഥലം അതിനുവേണ്ടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. 1 വർഷമായി. അപ്പോൾ എല്ലാ സാറിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ. വീണ്ടും വരാം. അപ്പോൾ നമുക്ക് കർഷകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനി സാറിൽ നിന്നും
കിട്ടേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് വീണ്ടും എത്താം. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും, ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, അശോകന് പ്രത്യേകിച്ചും, അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്. സന്തോഷം. താങ്ക് യു സർ.